ബിജെപി നേതാക്കളും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലയുള്ള നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഇടനിലക്കാരനായി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലച്ചത് ഈ ധാരണ പ്രകാരമാണെന്നും വി.കെ. സനോജ് പറഞ്ഞു. ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ്. അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠി കൂടിയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ ഒരു ആരോപണമോ ഇതുമായി ബന്ധപ്പെട്ട് നടത്താതിരുന്നത്. ഗായത്രി സത്യദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗായത്രി, രാജ്യദ്രോഹ സ്വഭാവമുള്ള ഒരു കേസിൽ അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സഹായിച്ചത് പ്രമുഖനായ ഒരു ബി.ജെ.പി നേതാവാണ് എന്നാണ് വി.കെ. സനോജ് ഇപ്പോൾ പറഞ്ഞുവെക്കുന്നത്. അങ്ങേയറ്റം ഗൗരവതരമായ ഒരു ആരോപണം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുക കൂടി ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഗൗരവതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസ് ഒതുക്കി തീർക്കുന്നതിന് യൂത്ത് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഒരു രഹസ്യധാരണ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ കേന്ദ്ര അന്വേഷണം നിലച്ചത് ഈ ഒരു ധാരണ പ്രകാരം ആണ് എന്നാണ് സനോജ് പറയുന്നത്. ബി.ജെ.പി നേതാക്കളും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ രഹസ്യധാരണയുണ്ടാക്കി. ഇപ്പോൾ ഈ പറയുന്ന രാഹുലിന്റെ സഹപാഠിയായിട്ടുള്ള സംസ്ഥാന ബി.ജെ.പി ഓഫീസ് സ്റ്റാഫ് കൂടിയായിട്ടുള്ള മുൻ DCC മെമ്പർ കൂടിയായിട്ടുള്ള അയാളുടെ മകനെ കുറിച്ചാണ്, രാഹുലിന്റെ സഹപാഠിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയും കൂടി ചേർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ആരോപണമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ഗൗരവതരമായ ആരോപണം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കോലാഹലങ്ങളെല്ലാം സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടാനുള്ളത് ഈ രാജ്യദ്രോഹ അല്ലെങ്കിൽ കുറ്റമുള്ള ഒരു ഇത്തര വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസ് തന്നെയാണ്. അത്തരത്തിൽ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുകൾ രാഹുലിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കേസ് തന്നെയാണ് നിലവിൽ വ്യാജ തിരഞ്ഞെടുപ്പ് കാർഡ് നിർമ്മിച്ചെന്നുള്ള കേസ്. ആ കേസ് മുൻകൂട്ടി കണ്ട് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് വി.കെ. സനോജ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണവും നടപടികളും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ വി.കെ. സനോജ് പറഞ്ഞു വെക്കുന്നത്. കാവ്യ. ശരി, ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.